നമ്മുടെ ഇന്നത്തെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തോടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമുക്ക് ആദ്യക്കുട്ടിൻ്റെ മുടിയൊന്ന് വെട്ടാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ആദ്യക്കുട്ടിനെ ഇവിടെ ഭയങ്കര പരിപാടിയിലാട്ടോ. അതേ കസേരയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ എന്തൊക്കെയോ എടുത്തിട്ട് ഭയങ്കര പരിപാടിയിലാട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, എന്ത് കുരുത്തക്കേടാണെന്നറിയോ, ഭയങ്കര കുരുത്തക്കേടാട്ടോ ഇത്. അപ്പോൾ അവിടെ പോയി മുടി വെട്ടുകടയിൽ പോയി എങ്ങനെയാവും എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും നമുക്കിത് പോയി ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഏട്ടൻ വരണം, ഏട്ടൻ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോയിട്ട് വരാം കേട്ടോ. ആദ്യക്കുട്ടിനെ മുടി വെട്ടാൻ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോവാണ്. ഏട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് വരാം. ഓക്കെ. ഇതാ നമ്മൾ നമ്മുടെ സ്വന്തം സാരഥിയായ കൈലാസനാഥിൽ കയറി യാത്രയായി കേട്ടോ. ഒരു 10 മിനിറ്റ് യാത്രയുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ വീടിനോട് അടുത്ത് തന്നെ ചേർന്ന ഒരു പള്ളിയുണ്ട് കേട്ടോ. എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ആരാധനാലയം കേട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്നെല്ലാം മുന്നോട്ട് കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കിനും എന്താ നമ്മുടെ ആദ്യക്കുട്ടന് നന്നായിട്ട് ഉറക്കം വരാൻ തുടങ്ങിയിട്ടോ. ഇന്ന് പകൽ ഉറങ്ങിയിട്ടും കൂടി ഇല്ല. വണ്ടിയെ കയറിയപ്പോഴത്തേക്കിനും ആൾക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഒരു വിധത്തിലായിട്ടോ ഒന്ന് പിടിച്ചിരുത്തിയത്. ബിങ്കോയൊക്കെ വാങ്ങിച്ചു തരാം, അടുത്ത് കടയൊക്കെ ഉണ്ടോ എന്ന് നോക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിലൊക്കെ പിടിച്ചിരുത്തിയെങ്കിലും ആളൊന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കിനും വഴക്ക് കൂടുമെന്നൊക്കെ വിചാരിച്ചു. എന്തായാലും അവിടെ ചെന്നപ്പോൾ വിളിച്ചെണ്ണീപ്പിച്ച് കടയിലൊക്കെ കയറ്റി ഇരുത്തി വഴക്കൊന്നും കൂടാതെ ഇരുന്നു കേട്ടോ. ഉടുപ്പൊക്കെ ഒരു തുണിയൊക്കെ മൂടി ഇങ്ങനെ ഒക്കെ ഇട്ടേക്കുന്നത് കാണുമ്പോഴത്തേക്കിനും അവൻ ആദ്യമേയൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ആദ്യമേയൊക്കെ അച്ഛയുടെ മടിയിലായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ചെന്നതേ പറഞ്ഞു ഞാൻ തന്നെ ഇരുന്നോളാന്ന്. ഭയങ്കര ചേട്ടനായി പോയെന്നുള്ള ധാരണയിൽ അവൻ തന്നെ കയറിയിരുന്നു കേട്ടോ. ഇരുന്നിങ്ങനെ വെട്ടാനൊക്കെ ഇരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പാച്ചി വെട്ടാൻ ആ ചേട്ടനോട് പറഞ്ഞാൽ അങ്ങനെ ആ ചേട്ടൻ അത് വെട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അവനോട് തലയൊക്കെ ഇങ്ങനെ ചെരിച്ച് വയ്ക്കുക, അങ്ങനെ വയ്ക്കുക, ഇങ്ങനെയൊക്കെ വയ്ക്കുക എന്ന് പറയുമ്പോൾ അതനുസരിച്ചൊക്കെ പുള്ളി തലയൊക്കെ ഇങ്ങനെ മാറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു വഴക്ക് ഉറക്കത്തിൽ നിന്നായതുകൊണ്ട് ചെറിയൊരു വഴക്ക് കൂടുമെന്ന് പേടിച്ചു. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ ആളിരുന്ന് വെട്ടിക്കൊടുക്കാനായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് ഇവനെക്കൊണ്ട് ഒരു വഴക്കുമില്ല, ഇവൻ ഏത് മോഡൽ വേണേലും വെട്ടാനായിട്ട് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ വെച്ച് തരും, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടേ. അങ്ങനെ എന്തായാലും ഒരു കുഴപ്പം കൂടാതെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ആളിങ്ങനെ ഇറങ്ങി കേട്ടോ. ആളുടെ ദേഹത്തുനിന്ന് മുടിയെല്ലാം തൂത്ത് കളഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല ഒരു കുഴപ്പമില്ലാതെ ആളിങ്ങനെ എണീറ്റിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട് വെട്ടിയത് കാണാനായിട്ട്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. മുടി ഇങ്ങനെ നല്ല രസമുണ്ട്. വെട്ടി എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ബിങ്കോ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് പുള്ളി മറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും തിരിച്ചിറങ്ങിയപ്പം ആൾക്കൊരു ബിങ്കോയൊക്കെ മേടിച്ച് കൊടുത്ത് ഞങ്ങൾ തന്നെ വണ്ടിയിൽ തിരിച്ച് പോരുക കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. ഇന്നിപ്പോൾ പാറുക്കുട്ടി ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാറുക്കുട്ടിയെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അമ്മ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് പാറുക്കുട്ടി ഞങ്ങളോടൊപ്പം പോന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. കുട്ടിൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. സന്ധ്യയായിരുന്നു. അപ്പോൾ സന്ധ്യ വിളക്ക് കൊടുത്തി നമ്മൾ നാമമൊക്കെ ചൊല്ലി അങ്ങനെ എനിക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്നും 7 മണിക്ക് ഇവിടെ ഒരു ചായ മസ്റ്റാട്ടോ, നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ ആ ചായക്ക് എന്താ ഉണ്ടാക്കുന്നതെന്നൊന്നും ഒരു പിടുത്തമില്ലാതിരിക്കുമ്പോഴാണ്. എന്തായാലും ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, മുട്ട മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പം ദോശക്കല്ലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പം എണ്ണയൊക്കെ നന്നായിട്ട് തൂത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചായ തിളയ്ക്കാനായിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാവേ. മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് ബ്രെഡൊക്കെ 2 ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അടിഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ബ്രെഡൊന്ന് മടക്കി എടുത്താലും മതി കേട്ടോ. നമ്മുടെ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് ഇതിനെ ഒന്നിങ്ങനെ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കാവേ. അടിപൊളിയായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോയിട്ടില്ലേ. ടാറ്റാ.